ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡാണ് എഴുതാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ആപ്പ് ഡോട്ട് ജോയ്സ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ നമ്മൾ കോഡൊന്നും എഴുതിയില്ല ജാവാസ്ക്രിപ്റ്റിൻ്റെ. സോ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് വെരി ബേസിക് കോഡാണ്. ആക്ച്വലി കാൽക്കുലേറ്ററിന് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ബേസിക് ജാവാസ്ക്രിപ്റ്റ് കോഡാണ് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു അലർട്ട് റിമൂവ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബ്രൗസറിലേക്ക് ഒന്ന് പോവാം. let me get ഓക്കെ. സോ ഞാൻ റീലോഡ് ചെയ്യാം. സേവ് ചെയ്തില്ല, സേവ്. ഇപ്പോൾ അലർട്ട് റിമൂവ് ചെയ്തു നമ്മൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇവിടെ നമ്പർ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ നമ്പർ എടുത്തിട്ട് ഇപ്പം ഞാൻ നമ്പർ 7 പിന്നെ ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആക്ച്വലി ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഒരു ഫീച്ചറാണ് ആക്ച്വലി നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. കാരണം ഈ നമ്പർ നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. ഞാൻ എടുക്കുന്ന നമ്പർ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രധാന കൺസെപ്റ്റാണ് വേരിയബിൾസും കോൺസ്റ്റൻ്റ് എന്നുള്ളത്. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റാണ് നമ്മളിന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരു കോർ ഫീച്ചറാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് മാത്രമല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും വേരിയബിൾസ് ഒരു കോർ ഫീച്ചറാണ്. ഓക്കെ, സോ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ലെറ്റ് കീവേഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് ലേറ്റസ്റ്റ് ജാവാസ്ക്രിപ്റ്റിൽ പണ്ട് നമ്മൾ വാർ കീവേഡാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ വാർ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ വാറിനേക്കാൾ ഇത്ര അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ലെറ്റ് ഉള്ളത്. സോ നമുക്ക് ഡിഫറൻസ് ഒക്കെ ഞാൻ ലേറ്റർ ഓൺ പറഞ്ഞുതരാം, ഡിഫറൻസ് ബിറ്റ്വീൻ വാർ, ലെറ്റ്, കോൺസ്റ്റ് ഒക്കെ. സോ നിങ്ങളിപ്പോൾ ലെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതൊരു കോർ ഫീച്ചറാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എന്നുള്ള വേരിയബിൾസ്. സോ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ് കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് ആ വേരിയബിളിൻ്റെ പേര്, ആ വേരിയബിളിന് എന്താണ് വാല്യൂ എന്ന് വെച്ചാൽ അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വേരിയബിൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡാറ്റ കണ്ടെയ്നറാണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്റ്റോറേജ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മൾ മോസ്റ്റ്ലി എല്ലാ പ്രോഗ്രാമും ഡാറ്റയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിന് എടുത്ത നമ്മുടെ കാൽക്കുലേറ്റർ. സോ നമുക്ക് പഴയ റിസൾട്ടും വേണം, പിന്നെ പുതിയ നമ്പർ എൻ്റർ ചെയ്യുന്ന ആ വാല്യൂം വേണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ 2 പീസ് ഓഫ് ഡാറ്റ ഉണ്ട്. സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയും 2 + 1 = 3. 3 പഴയ റിസൾട്ടാണ്, പ്ലസ് ഞാൻ പ്ലസ് ചെയ്യണമെങ്കിൽ പ്ലസ്, ഇപ്പോൾ പുതിയത് ഞാൻ 4 കൊടുക്കണമെങ്കിൽ 4. അപ്പോൾ ഈ 3ഉം 4ഉം നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ പഴയ റിസൾട്ട് പുതിയ നമ്മൾ കൊടുക്കുന്ന എൻട്രി ചെയ്യുന്ന വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യണം നമ്മുടെ കേസിൽ. അപ്പോൾ നമുക്ക് 2 പീസ് ഓഫ് ഡാറ്റ ഇവിടെ ആവശ്യമുണ്ട് പുതിയ റിസൾട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മുടെ കേസിൽ നമുക്ക് 2 വേരിയബിൾസ് വേണം. എന്തിനാ? നമുക്ക് മൂന്നാമത്തെ ഒരു കറണ്ട് റിസൾട്ട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ തേർഡ് വേരിയബിൾ അല്ലെങ്കിൽ കറണ്ട് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾക്ക് അഡീഷണൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 വേരിയബിൾ ആവശ്യമുണ്ട്. സോ ഞാൻ ഇപ്പോഴും പറയാണ് വേരിയബിൾസ് ഡാറ്റ കണ്ടെയ്നർ അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയാം. ഓക്കെ, വിച്ച് ഹോൾഡ്സ് സം ഡാറ്റ ഇൻ ജാവാസ്ക്രിപ്റ്റ്. സോ ഒരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, അതൊരു ഡാറ്റ കണ്ടെയ്നറാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ അത് ഹോൾഡ് ചെയ്യും ആ പെർട്ടിക്കുലർ വേരിയബിളിൽ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ലെറ്റ് കീവേഡ് വെച്ചിട്ടാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ലെറ്റ് കീവേഡ് എഴുതി, പിന്നെ വേരിയബിളിൻ്റെ നെയിമാണ് എഴുതുന്നത്. അത് നിങ്ങളുടെ ചോയ്സ് ഉണ്ട്. ഞാനിവിടെ യൂസർ നെയിം എക്സാമ്പിളായിട്ട് കൊടുത്തു എന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, എന്ത് നെയിം അങ്ങനെ അത് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം വേരിയബിൾ നെയിം. ഓക്കെ, പിന്നെ ഒരു = സൈൻ വേണം. ഓക്കെ, അതിന് ശേഷം ആ വാല്യൂ, ആ പെർട്ടിക്കുലർ വേരിയബിൾ സ്റ്റോർ ചെയ്യണം എന്താ വാല്യൂ എന്ന് വെച്ചാൽ ആ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. പിന്നെ നമ്മളിപ്പോൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ വേരിയബിളിനെ നമുക്ക് റീഅസൈൻ ചെയ്യാനും പറ്റും, എന്നിട്ട് പുതിയ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നോക്കിക്കഴിഞ്ഞാൽ യൂസർ നെയിം നമ്മൾ ആദ്യം മാക്സ് കൊടുത്തു, എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. ലൈക്ക് എനിക്ക് ആ മാക്സ് യൂസർ നെയിം വേണ്ട, നമുക്ക് റീഅസൈൻ ചെയ്യണം, വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ലെറ്റ് കീവേഡ് പിന്നെ യൂസ് ചെയ്യരുത്, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. സോ യൂസർ നെയിം = മനു എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇങ്ങനെയാണ് വാല്യൂ നമ്മൾ റീഅസൈൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ചേഞ്ച് ചെയ്യുക ബേസിക്കലി. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇലക്ട് കീവേഡ് നമ്മൾ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം മാത്രം നമ്മൾ ലെറ്റ് കീവേഡ് വെച്ച് ഡിഫൈൻ ചെയ്യുള്ളൂ. എഗെയിൻ ലെറ്റ് യൂസർ നെയിം ഈക്വൽ ടു മനു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ അടിക്കും. ഓക്കെ, കാരണം അത് റീഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഅസൈൻ ചെയ്യാം വാല്യൂവിനെ. ഓക്കെ, ഇതാണ് വേരിയബിൾ. സോ ഞാനിപ്പോൾ പറയുന്നു വേരിയബിൾ ഡാറ്റ കണ്ടെയ്നർ ആണ്, വേർ നമുക്ക് കൊടുക്കുന്ന വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു സ്പെഷ്യൽ വേരിയബിളിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ്, അതിനെ നമ്മൾ കോൺസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ വേരിയബിൾ നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്, ഇനി നമ്മൾ കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ കേസിൽ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് യൂസർ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ആപ്ലിക്കേഷനിൽ, അത് ചേഞ്ച് ചെയ്തിട്ടില്ല. സപ്പോസ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് യൂസേഴ്സ് ഉണ്ട്, ആ യൂസേഴ്സ് ഫിക്സ്ഡ് ആയിരിക്കും, ആ ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, സോ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. സോ അതൊരു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും, അത് ചേഞ്ച് ആവില്ല, ഫിക്സ്ഡ് ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ അതൊരു ഡാറ്റ കണ്ടെയ്നറാണ്, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നത് കോൺസ്റ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ടാണ്. സോ ഞാനിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാം. കോൺസ്റ്റ് ഡാറ്റ കണ്ടെയ്നർ ഡാറ്റ സ്റ്റോറേജ് ആണ്, വേറെ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൊടുക്കുന്ന വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ കോൺസ്റ്റൻറ്റ് ഇപ്പോൾ നമ്മൾ മുമ്പ് ലെറ്റ് കീവേഡ് വെച്ച വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റിന് കോൺസ്റ്റ് എന്നുള്ള കീവേഡ്, ഈ കോൺസ്റ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ കോൺസ്റ്റ് ഈ ടോട്ടൽ യൂസേഴ്സ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ടോട്ടൽ യൂസേഴ്സ് 20 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, രണ്ടാമത് കൊടുക്കുകയാണെങ്കിൽ എറർ അടിക്കും. കാരണം അതെന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് എറർ അടിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, സോ കോൺസ്റ്റന്റ് പറഞ്ഞാൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോൺസ്റ്റൻ്റ് എത്ര ഉള്ളൂ നമ്മൾ കൊടുക്കാം. സോ ഇത് തന്നെ ലെറ്റിന് വരെ കോൺസ്റ്റ് യൂസ് ചെയ്യുക, പിന്നെ ആ വേരിയബിളിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. എന്നിട്ട് ഒരു ഈക്വൽ ടു സൈൻ, എന്നിട്ട് ആ കോൺസ്റ്റൻ്റ് എന്ത് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കാം. ഇവിടെ നമ്മൾ 50 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 50 എന്ന് പറഞ്ഞ് ആ കോൺസ്റ്റൻ്റ് സെറ്റ് ആവും, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കൊടുക്കുന്ന വാല്യൂ. സോ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കോഡിൽ നമ്മുടെ ഒട്ടും ചേഞ്ച് ചെയ്യാത്ത കുറച്ച് വാല്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ഡാറ്റ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിട്ട് വെക്കാം. സോ നമുക്ക് ആ ത്രൂ ഔട്ട് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ടോട്ടൽ യൂസേഴ്സ് നമ്മുടെ ഒരു 20 പേജ് ഉണ്ടെന്നായിരിക്കും, ഈ 20 ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ ഈ ടോട്ടൽ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 50 എന്നുള്ള കീവേഡ് ഇങ്ങനെ യൂസ് ചെയ്ത് പോയി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിത് ഒരു സ്ഥലത്ത് ഡിഫൈൻ ചെയ്യും, കോൺസ്റ്റന്റ് ടോട്ടൽ യൂസേഴ്സ് 50 എന്ന് പറയും. എന്നിട്ട് ഈ വേരിയബിൾ ആയിരിക്കും നമ്മുടെ ഫുൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ 20 പേജിലും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ നാളെ എനിക്ക് 50 എന്നുള്ള 60 ആക്കുകയാണെങ്കിൽ നമ്മളിത് എവിടെയാണോ ഡിഫൈൻ ചെയ്തത് അവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, ഈ 20 ഫയലിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതാണ് ആക്ച്വലി ബെറ്റർ അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് കേസിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് ഒരു എക്സ്പ്ലെയിൻ ചെയ്തു, കോൺസ്റ്റൻസ് എന്താ, വേരിയബിൾസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സോ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും എന്താണ് ഇതെന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ലൈക്ക് ഇതെങ്ങനെ കോഡിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.